നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ മൈദയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഇത് റാഗി ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഡിന്നറിനായാലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു പാൻ കേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി നമ്മൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് റോബസ്റ്റ പഴം അതുപോലെ തന്നെ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം എടുക്കുക. അത്യാവശ്യം വലിയൊരു പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് റാഗി ഫ്ലോർ ആണ്. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു വെച്ച പഴം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര ആണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. 1 മുട്ട നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇടാം. പിന്നെ മുട്ട ചേർക്കുന്നതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. വാനില എസൻസിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പം 1/2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെയാണ് ഒഴിക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പാല് ഇങ്ങനെ ഒരുമിച്ച് ഒഴിക്കുന്നില്ല, കുറച്ചായിട്ടാണ് ഒഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ടല്ല നമുക്ക് വേണ്ടത്, കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇതാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1/2 കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 1/4 കപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ആദ്യം തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട, അപ്പം നോക്കിയിട്ട്. അപ്പം ഇപ്പം നമ്മൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാല് ആണ് 1 കപ്പ് റാഗിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പാൻ കേക്ക് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം, നല്ല സാധാരണ ഓയിലാണെങ്കിൽ. പക്ഷെ ബട്ടറാണ് ടേസ്റ്റ്. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഞാൻ ഒരു തവി ഫുള്ളായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പരത്തോ ഒന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പം ഇത് 2 വശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. സ്നാക്സ് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനൊക്കെ ആയാലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.